Good morning. So we are going to see about administration. Administration ആണ്. We are going to see administration. Administration ആണ് നമ്മൾ കാണാനുള്ളത്. So we can start with. So what do you mean by ആദ്യം തന്നെ who is the father of public administration? Like who is the father of administration? Father of public administration. Public administration ആരാ? Who is the father of public administration? ആരാണ്? It is Woodrow Wilson. He is an American administrator. Woodrow Wilson ആണ് father of public administration. Public administration ന്റെ father എന്ന് പറയുന്നത്. So now we have to know what is administration. Administration എന്ന് വെച്ചാൽ എന്താണ്? It is nothing but administration is getting things done. Administration എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യം ചെയ്തെടുക്കുക എന്നുള്ളതാണ് വാട്ട് യു കോൾ ആസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ administration is getting, administration has to do with, അങ്ങനെ പറയാം, has to do with getting things done. അതായത് എന്ത് കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് അത് നടത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് വാട്ട് യു കോൾ ആസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, administration has to do with getting things done to attain defined objectives. നമ്മൾ എന്ത് ഒബ്ജക്റ്റീവ് ആണോ, നമുക്ക് എന്ത് കാര്യമാണോ നടത്തിയെടുക്കാനുള്ളത് ആ കാര്യം നടത്തിയെടുക്കുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അല്ലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഈസ് getting things done. എന്ത് കാര്യമാണോ നമ്മൾ ചെയ്തെടുക്കാനുള്ളതാണ്. Now what is management? Management എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ആർ ടു ഡിഫറെന്റ് തിങ്സ്. രണ്ട് ഡിഫറെന്റ് തിങ്സ് ആണ്. അപ്പോ ഈ രണ്ട് ഡിഫറെന്റ് തിങ്സ് എങ്ങനെയാ ഒന്നിച്ച് പോണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. എങ്ങനെയാണ് ഈ മാനേജ്മെന്റ് എന്നുള്ള പ്രോസസ് എന്താണ്? മാനേജ്മെന്റ് ഈസ് ആൻ എനേബിളിംഗ് പ്രോസസ്. അതായത് ഈ അഡ്മിനിസ്ട്രേഷൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നു അതിനെയാണ്, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റിയാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെ, സോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യാനെടുക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയും? മാനേജ്മെന്റ് എന്ന് പറയും. ഓക്കെ, സി ഫോർ എക്സാമ്പിൾ, നിങ്ങളെല്ലാവരെയും കൃത്യമായി പഠിപ്പിച്ച് PSC പരീക്ഷ എഴുതി നിങ്ങൾക്ക് ജോലി കിട്ടുക. അപ്പൊ അതിനു വേണ്ടി ടെസ്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു, ഡിസ്കഷൻസ് എടുക്കുന്നു, റെക്കോർഡിങ്സ് തരുന്നു, ആവശ്യമെങ്കിൽ നോട്ട്സ് തരുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്? ഈ ചെയ്യുന്നതെല്ലാം എന്താണ്? ഈ ചെയ്യുന്നതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതൊക്കെ അഡ്മിനിസ്ട്രേഷന്റെ പാർട്ടാണ്. അതായത് ഇതൊക്കെ അഡ്മിനിസ്ട്രേഷൻ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത് ഓരോന്നും പ്ലാൻ ചെയ്യുന്നു. അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നു? നമ്മൾ തിയറി ക്ലാസ് പ്ലാൻ ചെയ്യുന്നു, റെക്കോർഡിംഗ് ക്ലാസ് പ്ലാൻ ചെയ്യുന്നു, ടെസ്റ്റ് സീരീസ് പ്ലാൻ ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇനി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് എടുക്കുന്നു, ഇന്ന ആള് ക്ലാസ് എടുക്കണം, ഇന്ന സമയത്ത് ക്ലാസ് എടുക്കണം, ഇത്ര സമയം ക്ലാസ് എടുക്കണം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് മാനേജ്മെന്റ്. ഇത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം, ഇത്ര ക്വസ്റ്റ്യൻ ഇത്ര സമയത്ത് ഇട്ട് കൊടുക്കണം. ഇതാണ് മാനേജ്മെന്റ്. ദാറ്റ് ഈസ് എനേബിളിംഗ് പ്രോസസ്. ഓക്കെ, അപ്പോ ഒരു കാര്യത്തിന് വേണ്ടി ടോട്ടൽ ഓവറോൾ തിങ്സ് ഗെറ്റ് ഡൗൺ ചെയ്യുന്നതിനാണ് വാട്ട് വി കോൾ ആസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കുക എന്നുള്ളതിനെയാണ് വാട്ട് വി കോൾ ആസ് മാനേജ്മെന്റ്. അതിന് സിമ്പിൾ എക്സാമ്പിൾ, നമ്മുടെ ഹോസ്പിറ്റലിൽ കാണുന്ന രണ്ട് തരത്തിലുള്ള സാധനമാണ്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റർ, രണ്ട് തരത്തിലുള്ള പോസ്റ്റ് ഉണ്ടാവും. അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി എന്താണ്? ഹി ഹാസ് ടു ഗെറ്റ് തിങ്സ് ഡൺ. എങ്ങനെ തിങ്സ് നടത്തിയെടുക്കണം, അയാൾക്ക് അതിനുവേണ്ടി എന്തുണ്ടാവും? ഹി വിൽ ഹാവ് സോ മെനി മാനേജേഴ്സ്. ഈ പ്രക്രിയകൾ ചെയ്യാൻ അദ്ദേഹത്തിന് കുറെ മാനേജേഴ്സ് ഉണ്ടാവും. നൗ ഹു ഈസ് ദ ഫാദർ ഓഫ് മാനേജ്മെന്റ്? രണ്ടും ചോദ്യം വരും. No, it is Luther Gulick. So this is about the administration and management. Now we have to know about what is the relationship between administration and management.
സോ സിംപിളി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ തിങ്കിങ് ഫംഗ്ഷൻ. Thinking function involving formulation of objectives. Like plan, policy, എങ്ങനെ നടത്തണം, അതുപോലെ പോളിസീസ് ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ആര് ചെയ്യുന്നത്? അതൊരു തിങ്കിങ് ഫംഗ്ഷൻ ആണ്. അതേസമയം മാനേജ്മെന്റ് എന്താണ്? മാനേജ്മെന്റ് ഈസ് ആൻ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ആണ്, ഓർ ഡൂയിങ് ഫംഗ്ഷൻ ആണ്. അല്ലെ, ഡൂയിങ് ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പോ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ വേണമെന്ന് തീരുമാനിച്ചു വെക്കുന്നു. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? നടപ്പിലാക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ട് വി കോൾ ആസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നൗ വി ഹാവ് ടു നോ അബൌട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ആരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പുട്ട് ഫോർവേഡ് ചെയ്തത്? ആരുടെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ഇറ്റ് ഈസ് ബൈ ഹെൻറി ഫയോൾ അല്ലെ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ചോദിക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബൈ ആരാ? പ്രപ്പോസ്ഡ് ബൈ ഹെൻറി ഫയോൾ ആണ് പ്രപ്പോസ് ചെയ്തത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് തെറ്റി. ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ ഈസ് ഡിവിഷൻ ഓഫ് വർക്ക് or principle of specialization. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ തന്നെ HR ഡിപ്പാർട്ട്മെന്റ് ഈസ് ദെയർ ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടാവും, നഴ്സിംഗ് മാനേജ്മെന്റ്. മെഡിക്കൽ സൂപ്രണ്ട് മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ടാവും. ഓപ്പറേഷൻസ് മാനേജർ ഉണ്ടാവും ബാക്കി കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ PRO ഉണ്ടാവും, പബ്ലിക് റിലേഷൻ. അതായത് ഡിവിഷൻ, ആരൊക്കെയാണോ ഏതൊക്കെ ജോലി ചെയ്യുന്നത് ആ ജോലികൾ അതാത് ഭാഗത്തിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ഡിവിഷൻ ഓഫ് ലേബർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. സോ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്ന് തന്നെ കരുതുക. അതില് എന്താണ്, ഒരാൾക്കായിരിക്കും നമ്മൾ അതോറിറ്റി കൊടുക്കുക. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ എപ്പോഴും അതോറിറ്റി കൊടുക്കുന്നത് ആർക്കായിരിക്കും? ഇപ്പൊ നഴ്സിംഗിന്റെ കാര്യത്തിൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ആയിരിക്കും അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിൾ. അപ്പോ നഴ്സുമാരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, അല്ലെങ്കിൽ നഴ്സിംഗ് ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായാലും, അല്ലെങ്കിൽ ശരികൾ ഉണ്ടായാലും, അപ്രീസിയേഷൻ വേണമെങ്കിൽ പോലും ആരെയാണ് നമ്മൾ വരിക? CNO അല്ലെങ്കിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ആണ്, അല്ലെങ്കിൽ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോ ഈ ആരെയാണോ ഏൽപ്പിക്കുന്നത് അയാൾക്ക് ഫുള്ള് എന്ത് കൊടുക്കണം? റൈറ്റ്, അതോറിറ്റി കൊടുക്കണം അല്ലെ. അതായത് ഇപ്പൊ നഴ്സിംഗ് സൂപ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം നഴ്സിംഗ് സൂപ്രണ്ടിന് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ടുമാർക്ക് ഓർഡർ കൊടുക്കാനോ അതിന്റെ താഴോട്ടുള്ള നഴ്സസിനെ മാനേജ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടാവണം. അതായത് സൂപ്പർവൈസറി പവർ കൊടുക്കണം അല്ലെ. ഡിവിഷൻ ഓഫ് ലേബർ വരുമ്പോ എല്ലാ ഡിവിഷനും ഓരോ ഹെഡ് ഉണ്ടാവണം. അവിടെ സൂപ്പർവിഷൻ ഓഫ് ലേബറിന് എന്ത് കൊടുക്കണം? സുപ്പീരിയറിന് സബോർഡിനേറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി, ദാറ്റ് ഈസ് അതോറിറ്റി. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയും കൊടുക്കണം അല്ലെ. റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളൊരു മെസ്സേജും അതിനകത്ത് ഉണ്ടാവണം. ദാറ്റ് ഈസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ചോദിക്കും കേട്ടോ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ദെൻ ഡിസിപ്ലിൻ. വാട്ട് ഈസ് ഡിസിപ്ലിൻ? ദാറ്റ് ഈസ് ഒബീഡിയൻസ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻ. അതായത് ഒരു ഫേമിനകത്തുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എന്ത് ചെയ്യണം? ആ ഫേമിനകത്തുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത് എന്ത് വേണം? നിന്നുകൊണ്ട് വേണം ആര് പ്രവർത്തിക്കാൻ? ഈ പറയുന്ന പർട്ടിക്കുലർ സ്റ്റാഫ് അല്ലെങ്കിൽ പർട്ടിക്കുലർ എംപ്ലോയി പ്രവർത്തിക്കാൻ അല്ലെ. സോ ഒബീഡിയൻസ് ഈസ് അതർ ഫാക്ടർ. ദെൻ പിന്നെന്താ? യൂണിറ്റി ഓഫ് കമാൻഡ്. വാട്ട് യു മീൻ ബൈ യൂണിറ്റി ഓഫ് കമാൻഡ്?
one boss. There should be a accountable സൂപ്പർവൈസർ അല്ലെങ്കിൽ സുപ്പീരിയർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് വന്നാലും ചോദ്യം ചോദിക്കാനും അല്ലെങ്കിൽ എന്ത് വന്നാലും അതിന് മറുപടി അക്കൗണ്ടബിൾ ആയിട്ടൊരു സൂപ്പർവൈസർ എപ്പോഴും ഉണ്ടാവണം അല്ലെ. അപ്പൊ ആ കമാൻഡ് കറക്റ്റ് ആയിരിക്കും. ഇപ്പോ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ്, നഴ്സിംഗ് സൂപ്രണ്ടിനെ അറിയിച്ചാൽ നഴ്സിംഗ് സൂപ്രണ്ട് താഴോട്ട് കൃത്യമായി അറിയിക്കും. അല്ലെങ്കിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് HR ഡിപ്പാർട്ട്മെന്റിനോട് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ സോ എന്താണ് നഴ്സിംഗ് സൂപ്രണ്ട് വരുവാണ്. ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ട് ടോട്ടൽ, അതും ചോദ്യം വരും. 14 പ്രിൻസിപ്പിൾസ്, അതും ചോദ്യം വരിക. 14 പ്രിൻസിപ്പിൾസ്, അത് ചോദ്യം വരാറുണ്ട്. സോ ദെൻ ഫിഫ്ത്ത് വൺ ഈസ് എന്താണ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അപ്പോ അതെന്താണ്, വൺ സൂപ്പർവൈസർ, വൺ സുപ്പീരിയർ only give direction. അത് നമ്മൾ എപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലേ. HR ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ ആരുടെ സൈൻ മേടിച്ചുകൊണ്ട് പോകേണ്ടി വരും. HR ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണമെങ്കിൽ ആരുടെയൊക്കെ സൈൻ വേണം. HR ഡിപ്പാർട്ട്മെന്റിൽ പോകണമെങ്കിൽ ആദ്യം വാർഡ് ഇൻചാർജിന്റെ സൈൻ വേണം. ദെൻ പിന്നെ ആരുടെ, ചീഫ് NSന്റെ മേളിൽ CNO ഉണ്ടെങ്കിൽ CNOയുടെ. അപ്പൊ ആ ഒരു യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ടല്ലേ. ഒരു കാര്യം നടത്തിയെടുക്കാൻ ആ ഒരു ഡയറക്ഷനിലേക്കേ പോകാവുള്ളൂ. അപ്പൊ കമാൻഡ് വരുന്നതും ഒരു വഴിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഡയറക്ഷനും ഒരുപോലെയാണ്. നമുക്ക് നേരിട്ട് പോയി എന്ത് ചെയ്യാൻ പറ്റില്ല, സൂപ്പർവൈസർ അല്ലെങ്കിൽ സുപ്പീരിയർ മാനേജറെ കാണാക്കൂല. NSന് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ അടുത്ത് ചെല്ലണമെങ്കിൽ വി ഷുഡ് ഗെറ്റ് സൈൻഡ് ഫ്രം, അല്ലെങ്കിൽ വി ഷുഡ് ഗെറ്റ് ഇൻഫോംഡ് ഫ്രം ദ ഇൻചാർജ്. ഇൻചാർജിന്റെ കൺകറൻസോട് കൂടിയേ നമുക്ക് എവിടെ പോകാൻ പറ്റുള്ളൂ, നഴ്സിംഗ് സൂപ്രണ്ടിന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് വി കോൾ as യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ദെൻ പിന്നെന്താ, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, സോറി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് rather than ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. അതായത് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷന്റെ വെൽബീയിങ്ങിന് വേണ്ടിയായിരിക്കണം, എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷന്റെ വെൽബീയിങ്ങിന് വേണ്ടിയായിരിക്കണം എന്ത് ചെയ്യാനുള്ളത്, വർക്ക് ചെയ്യാനുള്ളത്. നോട്ട് ടു ദ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിന് വേണ്ടി ആയിരിക്കരുത്. ദെൻ സെവൻത് വൺ ഈസ് റെമ്യൂണറേഷൻ. കൃത്യമായ ശമ്പളം, ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടണം അല്ലെ. ഫിനാൻഷ്യൽ ഓർഡർ ഫോർ സർവീസ് ടു മോട്ടീവ്, റെമ്യൂണറേഷൻ ഉണ്ടാവണം. ദെൻ പിന്നെന്താ, സെൻട്രലൈസേഷൻ. What is centralization? Here is authority rest on one place. ഒരാളായിരിക്കണം അല്ലേ അൾട്ടിമേറ്റ് തീരുമാനം എടുക്കാനുള്ളത് ഒരാളായിരിക്കണം. അല്ലെങ്കിൽ അതോറിറ്റി ഒരു പ്ലേസിലായിരിക്കണം. നമ്മളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ്, മാനേജ്മെന്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിലായിരിക്കണം എന്ത്, അതോറിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ as സെൻട്രലൈസേഷൻ. Then next is scalar chain of command. What is scalar chain of command? Scalar chain of command. What is scalar chain of command? So there should be a chain of supervisors from top management to lowest management. നമ്മൾ കാണുന്ന സാധനം ടോപ്പ് മാനേജ്മെന്റ് ടു ലോവസ്റ്റ് മാനേജ്മെന്റ്. അതായത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആരാണ്, നഴ്സിംഗ് സൂപ്രണ്ട് താഴെ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടാവും, അതിന് താഴെ ഫ്ലോർ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, അതിന് താഴെ നഴ്സിംഗ് ഇൻചാർജസ് ഉണ്ടാവും, അതിന് താഴെ ചിലപ്പോൾ ടീം ലീഡേഴ്സ് ഉണ്ടാവും അല്ലെ. സോ ദർ ഈസ് എ സ്കേലാർ ചെയിൻ ഓഫ് കമാൻഡ്. അപ്പൊ ഒരു കമാൻഡ് വെറുതെ ഇപ്പൊ നഴ്സിംഗ് സൂപ്രണ്ട് വിളിച്ച് ഒരാളടുത്ത് പറയില്ല, ബട്ട് ഇറ്റ് വിൽ കം ത്രൂ എന്താണ്, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട്, ഫ്ലോർ സൂപ്പർവൈസർ, ഇൻചാർജ്, ചിലപ്പോൾ TL, then only they to come to the nurse. അപ്പൊ ഇതെന്താ, there should be a scalar, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിൻസിപ്പിൾസ് എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ വന്നെങ്കിലേ എന്താണ് ഒരു മാനേജ്മെന്റ് ആവുള്ളൂ എന്നുള്ളതാണ് കണക്കൂടൽ. ദെൻ ഓർഡർ. ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ മറ്റേ ഓർഡർ അല്ല, ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവണം അല്ലെ. പ്രോപ്പർ
പ്രോപ്പർ പ്ലേസ് ഫോർ everyone and everything. everyone and everything. എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാവണം അല്ലെ, ഒരു അടുക്കും ചിട്ട ഉണ്ടാവണം. ദെൻ പിന്നെന്താ? യെസ്, ഇക്വിറ്റി. ഇക്വിറ്റി. വാട്ട് ഈസ് ഇക്വിറ്റി? ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഫെയർ ആൻഡ് ഇംപാർഷ്യൽ. നമ്മുടെ ഇടയിൽ കാണാത്തൊരു സാധനമാണ് ഇംപാർഷ്യൽ ട്രീറ്റ്മെന്റ് അല്ലെ. നമ്മുടെ ഇടയിൽ കാണാത്തൊരു സാധനം. എല്ലാവർക്കും ഒരുപോലെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം അല്ലെ, ഈക്വൽ ട്രീറ്റ്മെന്റ് ആയിരിക്കണം അല്ലെ. പക്ഷെ നമ്മുടെ ഇടയിൽ കാണാത്തൊരു സാധനമാണല്ലേ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്വിറ്റി. ദെൻ പിന്നെന്താ? സ്റ്റെബിലിറ്റി ഓഫ് ടെനുവർ. സ്റ്റെബിലിറ്റി ഓഫ് ടെനുവർ, അതായത് പീരീഡ് ഓഫ് ജോബ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ജോബ് ഷുഡ് ബി ഫിക്സഡ്. പീരീഡ് ഓഫ് ജോബ് ഷുഡ് ബി ഫിക്സഡ്. അതായത് ഒരു എംപ്ലോയിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവൻ അവിടെ തന്നെ തുടരും. അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ എന്നെ പറഞ്ഞു വിടും എന്നുള്ള ഒരു സ്ഥാപനത്തിലാണെങ്കിൽ ഞാൻ എന്റെ ഹാർട്ട് ഔട്ട് വർക്ക് ചെയ്യോ? ഇല്ല. അപ്പൊ എന്താണ്, എനിക്ക് അവിടെ ഇപ്പൊ ഒരു എംപ്ലോയിയെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ആ എംപ്ലോയിയുടെ മാക്സിമം കൺവീനിയൻസ് അല്ലെങ്കിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എംപ്ലോയിയെ മാക്സിമം എന്ത് ചെയ്യേണ്ടി വരും? അവനെ മാക്സിമം സന്തോഷത്തിലാക്കണം. അപ്പോ അവന്റെ ജോലിക്ക്, അവന്റെ ജീവിതത്തിന്, എല്ലാത്തിനും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം. ക്ലിയർ? സോ സ്റ്റെബിലിറ്റി ഓഫ് ടെൻവർ ഈസ് അനദർ ഇമ്പോർട്ടന്റ് തിങ്. സ്റ്റെബിലിറ്റി ഓഫ് ടെൻവർ. പിന്നെന്ത് വേണം? പിന്നെന്താ? ഇനിഷ്യേറ്റീവ്. വാട്ട് ഡു യു മീൻ ബൈ ഇനിഷ്യേറ്റീവ്? provide chance to every employee, എല്ലാ എംപ്ലോയീസിനും, every employee to provide new ideas, ഈ ഉള്ള കാര്യം പറയാനുള്ള അല്ലെങ്കിൽ ഐഡിയാസ് പറയാനുള്ള അവകാശം എല്ലാ എംപ്ലോയീസിനും കൊടുക്കണം അല്ലെ. ഐഡിയാസോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശം എല്ലാ എംപ്ലോയീസിനും കൊടുക്കണം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് എന്ത്? ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇപ്പോ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മാത്രം തീരുമാനം എടുത്താൽ പോരാ. ദർ ഷുഡ് ബി ഡിസ്കഷൻ വിത്ത് ദ ലോവർ ലെവൽ മാനേജ്മെന്റ് ടു. താഴോട്ടുള്ളവരടുത്തും എന്ത് ചെയ്യുക? ഡിസ്കഷൻ നടത്തിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ അവർക്കൊരു അവസരം കൊടുക്കുക എന്നുള്ളത് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഇനിഷ്യേറ്റീവ്. ആൻഡ് ഫൈനലി എസ്പെരി ഡി കോർപ്സ്. Esprit de corps. What is it? It is nothing but it is the union is strength. എല്ലാവരും തമ്മിൽ എന്തുണ്ടാവണം? എല്ലാവരും തമ്മിൽ ഒരു ഐക്യമുണ്ടാവണം. ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നത്. ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് മാനേജ്മെന്റ് ഉള്ളത്. ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് മാനേജ്മെന്റിൽ ഉണ്ടാവുന്നത്. Now we have to see about the level of administration. അത് ഹോസ്പിറ്റലിലെ ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ വി ഷുഡ് നോ. ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ അത് വേറൊന്നും വേണ്ട, ഈ ആരൊക്കെ ഏത് ലെവലിൽ പെടുമെന്നാണ് നമുക്കറിയാനുള്ളത്. ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഏതൊക്കെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ആരൊക്കെ ഉണ്ട്? ശമ്പളം, പൈസ കൊടുക്കണം. ടോപ്പ് ലെവൽ എസ്പെരി ഡി കോർപ്സ് മീൻസ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്, യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, അത്രേ ഉള്ളൂ. ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ആരൊക്കെ വരും? ഒരു ഹോസ്പിറ്റൽ സിനാരിയോ നമ്മൾ എടുക്കുന്നത്, ആരൊക്കെ വരും? ഓക്കെ, എന്താണ്? ഡയറക്ടർ. ദെൻ പിന്നെ ആരാ? നമ്മൾ എഴുതാൻ പോകുന്ന DHS എക്സാം ആണ്. DHS എക്സാം എഴുതുമ്പോഴത്തേക്ക് ആരായിരിക്കും വരുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ആരാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം? മെഡിക്കൽ സൂപ്രണ്ടിനന്റ്. DHS എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് മെഡിക്കൽ സൂപ്രണ്ടിനന്റ്, നഴ്സിംഗ് സൂപ്രണ്ടിനന്റ്, ഒരു ആശുപത്രിയിലെ സൂപ്രണ്ടാണ് ഏറ്റവും വലുത് കേട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം.
നഴ്സിംഗ് സൂപ്രണ്ടിനന്റ്. ദെൻ ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ, ഒരു നഴ്സിംഗ് കോളേജ് എടുത്താൽ പ്രിൻസിപ്പൽ. ഇത്രയും പേരാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ദെൻ മിഡിൽ ലെവലിൽ ആരൊക്കെ വരും? മിഡിൽ ലെവൽ അസിസ്റ്റന്റ് ഡയറക്ടർ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആരൊക്കെ വരും? HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്, അസിസ്റ്റന്റ് ഡയറക്ടർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. പിന്നെ ആരാ? സ്റ്റാഫ് നോസ് ഗ്രേഡ് 1. ഇതാണ് ഇൻചാർജ്. സ്റ്റാഫ് നോസ് ഗ്രേഡ് 1. ഇതാണ് ഇൻചാർജ് കേട്ടാ. ഇൻചാർജ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഇൻചാർജ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1 ആണ്. ദാറ്റ് ഇസ് ഹെഡ് നഴ്സ്. കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ, നമ്മുടെ സിനാരിയോയില് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2, ദെൻ ഹി ഈസ് ഗോയിങ് ടു സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1. പിന്നെ എന്താണ്? ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട്, ദെൻ നഴ്സിംഗ് സൂപ്രണ്ട്, ദെൻ എങ്ങോട്ട്? ദെൻ CNO, ചീഫ് നഴ്സിംഗ് ഓഫീസർ. പക്ഷേ DHSൽ നഴ്സിംഗ് സൂപ്രണ്ട് വരെ ഉള്ളൂ. അപ്പോ നഴ്സിംഗ് സൂപ്രണ്ട് വരെ അവർ എന്ത് തന്നെയാണ്? സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1 ആണ്. അപ്പൊ ചിലപ്പോൾ ചോദിച്ചേക്കാം, സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1 ഏത് ലെവൽ മാനേജ്മെന്റ് ആണ്? സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1 ഏതാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. ദെൻ തേർഡ് വൺ ഈസ് ഫസ്റ്റ് ലെവൽ മാനേജ്മെന്റ്. ഓർ ഓപ്പറേറ്റിംഗ് മാനേജ്മെന്റ്. ഇതിലാരൊക്കെയാ? നഴ്സുമാരെ സംബന്ധിച്ചോളം സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. അതാണ് ഗവൺമെന്റില് അങ്ങനെയാണ് കേട്ടാ, സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. പിന്നെ ആരാ? HR is coming in middle level management. HR middle level management. Tutors, lectures, etc. So this is about the level of administration. അപ്പൊ നമുക്കറിയാനുള്ള നഴ്സിംഗിന്റെ ആണ് അറിയാനുള്ളത്. DHSല് നഴ്സിംഗ് എങ്ങനെയാണ്? ഏറ്റവും ഓപ്പറേറ്റിംഗ് മാനേജ്മെന്റ് ഗ്രേഡ് 2 ആണ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1 ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. ഇതാണ് നമ്മുടെ ഒരു DHSന്റെ അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ? So now we are going to see about the functions of administration. What are the functions of administration? എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷൻസ്? So this is what we call as in the post corp. അല്ലെ, പോസ്റ്റ് കോർബ് ആണ് എന്ത്? ഫങ്ഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് ഈസ് കോയിൻഡ് ബൈ ആരാണ്? പോസ്റ്റ് കോർബ് ഈസ് കോയിൻഡ് ബൈ ലൂതർ ഗള്ളിക് ആണ് എന്ത്? പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന ഫങ്ഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കോയിൻ ചെയ്തത്. ഫങ്ഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇറ്റ് ഈസ് കോയിൻഡ് ബൈ ആരാണ്? ലൂതർ ഗള്ളിക്. ഇറ്റ് ഈസ് എന്താണ്? പോസ്റ്റ് കോർബ് എന്നാ പറയാ അല്ലെ. ഫങ്ഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എന്താ പറയാ? പോസ്റ്റ് കോർബ് എന്നാണ് പറയാ. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ്? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പ്ലാനിംഗ്. ഓരോന്നിന്റെ ഡെഫിനിഷൻ പഠിച്ചു പോയാ. പ്ലാനിംഗ്. വാട്ട് ഈസ് പ്ലാനിംഗ്? It is nothing but decision in advance. നേരത്തെ നമ്മൾ തീരുമാനം എടുക്കുന്നു. ഡിസിഷൻ ഇൻ അഡ്വാൻസ്, ലൈക്ക് വാട്ട് ടു ഡു, എന്ത് ചെയ്യണം, വാട്ട് ടു ഡു, വെൻ ടു, എപ്പ ചെയ്യണം, വെൻ ടു ദെൻ ഹൗ ടു ഡു, എങ്ങനെ ചെയ്യണം, ഹൗ ടു ഡു, ആൻഡ് ഹൂ ടു ഡു, ആര് ചെയ്യണം. So this is what we call as in the planning. Planning എന്ന് പറഞ്ഞാൽ എന്താണ്? It is decision in advance. So നമ്മളെ സംബന്ധിച്ചോളം it is the
അല്ലെങ്കിൽ നഴ്സിംഗ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്ലാനിംഗ് ഈസ് ദ ഫൗണ്ടേഷൻ അല്ലെ. പ്ലാനിംഗ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗ് മാനേജ്മെന്റ്. നഴ്സിംഗ് മാനേജ്മെന്റ് MX എന്നുള്ള ഇനി നഴ്സിംഗ് മാനേജ്മെന്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പ്ലാനിംഗ് ആണ് അല്ലെ. പ്ലാനിംഗ് ആണ് നഴ്സിംഗ് മാനേജ്. ഇനിയിപ്പോ ഈ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓർ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കേട്ടാ. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓർ എലമെന്റ്സ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കേട്ടാ. എലമെന്റ്സ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. സോ അപ്പൊ എന്താണ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അഡ്മിനിസ്ട്രേഷന്റെ. ഹിയർ വി ആർ ടേക്കിംഗ് ഡിസിഷൻ ഇൻ അഡ്വാൻസ്. നമ്മൾ നേരത്തെ തന്നെ തീരുമാനം എടുക്കുകയാണ് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ തന്നെ തീരുമാനം എടുക്കുന്നതിനാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്, പ്ലാനിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് നോട്ട് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ കൂട്ടി കാണുന്നു, അതൊന്നുമല്ല ഫോർകാസ്റ്റിംഗ്. ഇറ്റ് ഈസ് പ്ലാനിംഗ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന്. ഫോർകാസ്റ്റിംഗ് ഇസ് ജസ്റ്റ് ആൻ ഇമാജിനറി തിങ് അല്ലെ. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായി തീരുമാനിക്കുന്നതിനെയാണ്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോ നിങ്ങളുടെ ക്ലാസ് അല്ലെങ്കിൽ ലോങ് ടേം ബാച്ചിന്റെ ക്ലാസ് തുടങ്ങുമ്പോൾ എനിക്കൊരു കൃത്യം പ്ലാൻ ഉണ്ട്. കാരണം ഒരു സ്റ്റേജ് വരെ പഠിപ്പിക്കുക, അത് കഴിഞ്ഞാൽ റിവിഷന് വേണ്ടി പഴയ റെക്കോർഡിംഗ് കൊടുക്കുക, അത് കഴിഞ്ഞാൽ അവസാനത്തെ ഒരു 25 ദിവസം എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. ദിസ് ഈസ് പ്ലാനിംഗ്. ഇതൊക്കെ ഞാൻ അപ്പൊ ഈ റെക്കോർഡിംഗ് കൊടുക്കാൻ നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫിനെ ഏൽപ്പിക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ വേറൊരു സ്റ്റാഫിനെ ഏൽപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർകാസ്റ്റിംഗ് മീൻസ് എന്താണ്? നമ്മൾ ചിലപ്പോ എന്താണ് എന്തിന് പ്രശ്നം, സെർവർ എറർ വന്നേക്കാം എന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതല്ലാതെ അതിനകത്തൊരു പ്രശ്നം വന്നേക്കാം, വരാതിരിക്കാം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ഫോർകാസ്റ്റിംഗ്. അത് വിട്ടില്ല, പ്ലാനിംഗ് ആണ്. ദെൻ എന്താണ് പ്ലാനിംഗ്? പ്ലാനിങ്ങിനകത്ത് എന്തൊക്കെ പ്ലാൻ ചെയ്യണം? The very important thing in planning is decision making. Decision making. What is decision making? Decision making എന്ന് വെച്ചാൽ എന്താണ്? What is decision making? എന്താണ് ഡിസിഷൻ മേക്കിംഗ്? എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? It is the selection of best alternative among available alternatives. നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മുടെ മുന്നിൽ കുറെ സാധ്യതകൾ ഉണ്ടാവും അല്ലെ. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മുടെ മുന്നിൽ കുറെ അധികം വഴികളുണ്ടാവും. നമ്മുടെ മുന്നിലുള്ള ആ വഴികളിൽ ഏത് വഴി നമ്മൾ തീരുമാനിക്കുന്നു എന്നനുസരിച്ചിരിക്കും വാട്ട് യു കോൾ ആസ് എന്തെന്ന് പറയുന്നത്. ഏത് വഴി നമ്മൾ തീരുമാനിക്കുമെന്നുള്ളതിനെയാണ് വാട്ട് വി കോൾ ആസ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ ഡിസൈഡ് ഇൻ അഡ്വാൻസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു തീരുമാനം എടുക്കുകയല്ല. നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുണ്ട്, അതിന് ഒരുപാട് അത് സോൾവ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ ഏത് മാർഗം നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാട്ട് വി കോൾ ആസ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ പ്ലാനിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്ങാണ് ഡിസിഷൻ മേക്കിംഗ്. കാരണം നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ, ഇപ്പൊ ക്ലാസിന്റെ കാര്യത്തിൽ നമുക്ക് ഓൺലൈൻ ടെസ്റ്റുകൾ നടത്താം. അത് പല രീതിയിൽ നടത്താം. നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ നടത്താം. നമുക്ക് PDF സെൻഡ് ചെയ്തിട്ട് നിങ്ങളോട് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് കൊണ്ട് അത് നിങ്ങളോട് കണ്ടിന്യൂസ് ചെയ്യാൻ പറയാം. ഇങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതില് നമ്മൾ ബെസ്റ്റ് പോസിബിൾ ആൾട്ടർനേറ്റീവ് എടുക്കുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? Now we have to go for the second function. Second one, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ? പ്ലാനിംഗ് കഴിഞ്ഞു. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? Second one is organizing. Organizing means എന്താണ്?
ഓർഗനൈസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഡെവലപ്പിംഗ് എ സിസ്റ്റം. ഒരു സിസ്റ്റം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച ആ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ആ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ദ ആക്ടിവിറ്റി ടു ബി പെർഫോം. നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു. നമ്മൾ എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ ഓർഗനൈസ് ചെയ്യുന്നു. അതിന് നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ്. നമ്മൾ എന്താണോ ജോലി ചെയ്യാനുള്ളത്, നമ്മൾ ചെയ്യാനുള്ള ജോലി എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു, ആൻഡ് ഡിവൈഡിങ് among the individuals. നമ്മൾ ഓരോരുത്തർക്കായിട്ട് എന്ത് ചെയ്യുന്നു? അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് അല്ലെ. സോ ഓർഗനൈസിംഗ് ഈസ് ദ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ആൻഡ് ഡിവൈഡിങ് among the individuals. ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു? ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ട് വി കോൾ ആസ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു. ഞാനിപ്പോ പ്ലാൻ ചെയ്തു, നിങ്ങളുടെ കോഴ്സ് ഞാൻ പ്ലാൻ ചെയ്തു. സിംപിളി എന്റെ വീട് പണിയെ കുറിച്ച് പറയാം. എന്റെ വീട് പണി തുടങ്ങിയപ്പോൾ എന്റെ പ്ലാൻ എന്താണ്? ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് വെക്കണം, ആദ്യം മേസ്തിരി പണി ചെയ്യണം, രണ്ടാമത് ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെവറുകളെല്ലാം അടിച്ച് അതിനകത്ത് പൈപ്പ് ഇടണം, മൂന്നാമത് ബാത്റൂമിന്റെ പണി ചെയ്യണം, നാലാമത് ടൈലൊട്ടിക്കാൻ കയറ്റണം, അഞ്ചാമത് പെയിന്റിങ്ങിന് ആളെ നിർത്തണം. അപ്പൊ ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഓർഗനൈസിംഗില് ഞാൻ ആളെ കണ്ടുപിടിച്ചു. ഇപ്പോ കെട്ടിപ്പടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മേസ്തിരി പണിക്ക് വേണ്ടി ഞാൻ ആളെ കണ്ടുപിടിച്ചു, ആളെ ഏൽപ്പിച്ചു. ഇലക്ട്രിക്കൽ പണിക്ക് ആളെ കണ്ടുപിടിച്ചു, ആളെ ഏൽപ്പിച്ചു. അതുപോലെ പ്ലംബിംഗ് പണിക്ക് ആളെ കണ്ടുപിടിച്ചു, ആളെ ഏൽപ്പിച്ചു. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ഓർഗനൈസിംഗ്. അപ്പൊ നമ്മൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഓരോ ആക്ടിവിറ്റീസ് ആരാണ് ചെയ്യണമെന്ന് വെച്ചാൽ തീരുമാനിച്ച് അയാൾ അത് ഏൽപ്പിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ഓർഗനൈസിംഗ്. ദെൻ ഓർഗനൈസിംഗില് ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ് എന്താ? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി ഷുഡ് ബി എന്ത് ചെയ്യണം? ഷുഡ് ബി ഡിസൈഡഡ്. അപ്പോ ഈ സമയത്ത് ഓർഗനൈസിംഗിന്റെ സമയത്ത് തന്നെ വി ഷുഡ് ഡിസൈഡ് ആർക്കാണ് ഇതിന്റെ അതോറിറ്റി. അതായത് ഇപ്പൊ മേസ്തിരി പണിയിൽ ഒരു പ്രശ്നം വന്നാൽ ആരായിരിക്കും അത് മാനേജ് ചെയ്യുന്നത്? ആ മേസ്തിരി പണി ഇപ്പൊ പൂശി ശരിയായില്ലെങ്കിൽ ഞാൻ ആരോടത് ചോദിക്കും? ഇനി ആ ജോലി ഏറ്റെടുത്ത ആൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ? അത് ചെയ്യാനുള്ള അക്കൗണ്ടബിൾ ആണോ അയാൾ? ഇതൊക്കെ നമ്മൾ അപ്പൊ തന്നെ ഡിസൈഡ് ചെയ്തേക്കണം. അപ്പോ ഈ കാര്യങ്ങൾ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഷുഡ് ബി ചെക്ക് ബിഫോർ വി ഓർഗനൈസ്. നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ആക്ടിവിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ we should confirm the authority, responsibility and accountability. We should confirm. Clear? So about third one. അപ്പൊ പോസ്റ്റ് കോർബിൽ എന്തായി? പ്ലാനിങ്, ഓർഗനൈസിംഗ് ആയി. ഇനി എസ് എന്താ? സ്റ്റാഫിംഗ്. അപ്പോ ഇപ്പോ നമുക്ക് ഇനി എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സ്റ്റാഫ് അല്ലെ. ജോലി ചെയ്യാനുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. സ്റ്റാഫിംഗിൽ എന്തൊക്കെയുണ്ട്? സ്റ്റാഫിംഗ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാ? സ്റ്റാഫിംഗ് ഇൻക്ലൂഡ്സ് recruitment, selection, placement and training of staff. മാത്രമല്ല ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എന്ത്?
ഡെവലപ്മെന്റ് ഓഫ് പോളിസീസ് റിലേറ്റഡ് ടു എന്തൊക്കെ? പോളിസീസ് റിലേറ്റഡ് ടു HR പോളിസീസ് എല്ലാം ഡെവലപ്പ് ചെയ്യണം. പോളിസീസ് റിലേറ്റഡ് ടു പ്രൊമോഷൻ, ട്രാൻസ്ഫർ, പിന്നെന്തൊക്കെ വേണം? റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. സോ there should be എന്താണ് സ്റ്റാഫിങ്ങിനകത്ത് എന്തൊക്കെയുണ്ട്? സ്റ്റാഫിങ്ങിനകത്ത് we should go for എന്തൊക്കെ? സ്റ്റാഫിങ്ങിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. എന്തൊക്കെയാണ്? റിക്രൂട്ട്മെന്റ് നടത്തണം. വാട്ട് ഈസ് റിക്രൂട്ട്മെന്റ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ? റിക്രൂട്ട്മെന്റ് സെലക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ വ്യത്യാസം എന്താണ്? എന്താണ് റിക്രൂട്ട്മെന്റ്, എന്താണ് സെലക്ഷൻ, എന്താണ്? വേക്കൻസി ഫില്ല് ചെയ്യുക, പ്ലേസ്മെന്റ്, ഐഡന്റിഫിക്കേഷൻ. Recruitment is the process of identifying, attracting. Recruitment is the process of identifying, attracting, interviewing, selecting. ഇതെല്ലാം കൂടെ ചേർന്നുള്ള പ്രോസസ്സിനാണ് വാട്ട് വി കോൾ ആസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. Recruitment is the process of identifying. Recruitment is the process of identifying, attracting, interviewing, സെലക്ടിങ്, ഹയറിംഗ് ആൻഡ് ഓൺ ബോർഡിംഗ് ഓഫ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ നിയമനം. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് എങ്ങനെയാ? അതായത് ആദ്യം അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രോസസ്സാണ്. അതിനകത്ത് നമുക്ക് മിലിറ്ററി റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യം ഇപ്പൊ PSC റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയാം. എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് അവർ ചെയ്യുന്നത്? അവർ ആദ്യം എന്ത് ചെയ്യും? ഇന്ന പോസ്റ്റ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യും, അല്ലെ? പ്രോസസ് ഓഫ് ഐഡന്റിഫൈ, ഇന്ന പോസ്റ്റ് അവൈലബിൾ ആണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അഡ്വർടൈസ്മെന്റ് അട്രാക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ പത്രങ്ങളിലും സ്റ്റാഫ് നഴ്സ് PSC, സ്റ്റാഫ് നഴ്സിന് ഇത്ര വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സിന് DHS ഇത്ര എക്സാം, ജില്ലാ വൈസ് എക്സാം നടക്കുന്നു എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പരീക്ഷ നടത്തും. ദെൻ സെലക്ടിങ്, പരീക്ഷയിൽ സെലക്ട് ആയവരെ എടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? സെലക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? അപ്പോയിന്റ് ചെയ്തിട്ട് അവരെ ട്രെയിൻ ചെയ്ത് അതിലേക്ക് വിടും. ദാറ്റ് ഈസ് വാട്ട് വി കോൾ as recruiting. That is an entire process. ബട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സെലക്ഷൻ? സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് choosing the best candidate. അതായത് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രോസസ്സാണ്. നമ്മുടെ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനകത്ത് വരുന്ന ആയിരക്കണക്കിന് വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയവരെ മാത്രം പിക്ക് ചെയ്യുന്ന പ്രോസസ്, അല്ലെങ്കിൽ സെലക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ചൂസ് ചെയ്യാണല്ലേ? ഏറ്റവും ബെസ്റ്റ് ആയവരെ മാത്രം ചൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്. സോ യു മസ്റ്റ് റിമെമ്പർ 2 things. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വൈഡർ പ്രോസസ്. നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു, നമ്മൾ മാസീവ് ആയിട്ട് ആൾക്കാരെ വിളിച്ചു വരുത്തുന്നു, എക്സാം നടത്തുന്നു, എക്സാമിന്റെ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. അതില് മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ 100 പേരെ ആയിരിക്കും നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുക, അല്ലെ? ആ ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയ നമ്മൾ എടുക്കും. ദാറ്റ് ഈസ് അവിടെ മാത്രമാണ് സെലക്ഷൻ വരുന്നത്. പക്ഷെ ആളെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിക്കുന്നത് വരെ ഇത് മൊത്തം പ്രോസസ്സിന് നമുക്ക് എന്തെന്ന് പറയാം? The whole process is called as recruitment. So you must differentiate between the difference between recruitment and staffing. Okay, so that is about the recruitment. Then next one is, place the correct term. Then next one is staffing. പിന്നെ എന്താ? D എന്താ? That is directing, അല്ലേ? Directing എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റിംഗ് എന്താണ്? ആക്ടിവിറ്റീസ്. These are the activities which are related to guiding
ആൻഡ് സൂപ്പർവൈസിങ് ദ സബോർഡിനേറ്റ്. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ തന്നെ സ്റ്റാഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റാഫിന് എന്ത് ചെയ്യുന്നു, നീ ഇന്ന വാർഡിൽ പോണം, ഇന്ന വാർഡിലാണ് ഡ്യൂട്ടി, ഇന്ന ആളാണ് നിന്റെ സൂപ്പർവൈസർ, ഇന്നടുത്താണ് ഇന്ന ജോലിയാണ് ചെയ്യാനുള്ളത്, ഇന്ന ടൈപ്പ് വാർഡാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ആ വാർഡിലേക്ക് വിടുന്ന ആ ഡയറക്ഷനെയാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത് ഡയറക്ടിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ആവശ്യം? വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഇൻ ഡ്യൂറിംഗ് ഡയറക്ടിംഗ്? ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് നീഡഡ് ഡ്യൂറിംഗ് ഡയറക്ടിംഗ് എന്തൊക്കെയാണ്? ഡയറക്ടിംഗ് ആർ കമ്മ്യൂണിക്കേഷൻ വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം അല്ലെ? കമ്മ്യൂണിക്കേഷൻ, ദെൻ ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. സോ കൃത്യമായി പോകുന്ന സ്റ്റാഫിനെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയണം. Then there should be a leadership quality leadership quality ഉണ്ടാവണം. And there should be motivated ആയിരിക്കണം ആര്? The supervisor അല്ലെങ്കിൽ the immediate supervisor അല്ലെങ്കിൽ അതോറിറ്റി ഉള്ള ആള്. Better communication, leadership and motivation should be shown. Clear? നാലായി ക്ലിയർ ആയോ? Yes. Then next one, fifth one is കോർഡിനേഷൻ. എല്ലാവർക്കും അറിയാം അല്ലെ? കോർഡിനേഷൻ എന്താണ്? there should be intersectorial, the work together for എന്തിനാണ്? work together for achievement of organizational objective. ഒരു ഓർഗനൈസേഷൻ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വർക്ക് ചെയ്യുന്ന ആശുപത്രിയില് പേഷ്യന്റിന്റെ എന്തിനാണ്? വെൽബീയിങ്ങിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ? പേഷ്യന്റ് സുഖം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടേഴ്സ്, നഴ്സസ്, ഡയറ്റീഷ്യൻ, അങ്ങനെ പല ആൾക്കാരും എന്ത് ചെയ്യും? പല ആൾക്കാരും ഒന്നിച്ച് വർക്ക് ചെയ്യും അല്ലെ? അങ്ങനെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് കിട്ടും? സോ വി ക്യാൻ അച്ചീവ് ദ ഒബ്ജക്റ്റീവ് കോമൺ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് അബൌട്ട് കോർഡിനേഷൻ. ഓക്കെ, ക്ലിയർ? സോ നെക്സ്റ്റ് വൺ എന്താ? കോർഡിനേഷൻ കഴിഞ്ഞാൽ എന്താ പിന്നെ? കൺട്രോളിംഗ്. എന്താണ്? വാട്ട് ഈസ് കൺട്രോളിംഗ്? എന്താണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ? കോർഡിനേഷൻ ആൻഡ് കൺട്രോളിംഗ് ആണ് ഒന്നിച്ചത്. കൺട്രോളിംഗ് എന്താണ്? it is nothing but it is correcting the performance അല്ലെ? correcting the performance or activities according to എന്താണ്? according to the expected performance. നമ്മൾ എന്ത് പെർഫോമൻസ് ആണോ ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇപ്പൊ ഒരു പേഷ്യന്റ് വെൽബീയിങ് ആണ് ആവശ്യം, അപ്പൊ നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ കറക്ഷൻസ് കൊടുക്കാൻ പറ്റുമോ ആ കറക്ഷൻസ് എല്ലാം എക്സ്പെക്ടഡ് പെർഫോമൻസിൽ എത്തിക്കാൻ വേണ്ടി വി ക്യാൻ ഗീവ് കറക്ഷൻസ് കൊടുത്ത് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ആ എക്സ്പെക്ടഡിലേക്ക് എത്തിച്ചെടുക്കാൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് കൺട്രോളിംഗ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. വാട്ട് ഈസ് റെക്കോർഡിംഗ് ആൻഡ് വാട്ട് ഈസ് റിപ്പോർട്ടിംഗ്? എന്താണ് റെക്കോർഡിംഗ്? എന്താണ് റിപ്പോർട്ടിംഗ്? റെക്കോർഡിംഗ് എന്താണ്? റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ്
ഡോക്യുമെന്റേഷൻ ഓഫ് ഫാക്ട്സ്. എന്തെങ്കിലും ഒരു സാധനം എഴുതി പിടിപ്പിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയാം? റെക്കോർഡ്സ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് എന്ന് പറയാം, അല്ലെ? എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എഴുതി പിടിപ്പിക്കുകയാണെങ്കിൽ അതിന് റെക്കോർഡ്സ് എന്ന് അല്ലെങ്കിൽ റെക്കോർഡിംഗ് എന്ന് പറയാം. അതേസമയം റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പോർട്ടിംഗ് ഈസ് എന്താണ്? ദിസ് മേക്കിംഗ് എ റെക്കോർഡ് ഓഫ് ആൻ ഒബ്സർവേഷൻ. Making a record and observation available for review. അത് ഓറൽ മാത്രമല്ല, നമ്മൾ വെറുതെ ഓറൽ പറയുന്നത് മാത്രമല്ല റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മളിപ്പോ ഹയറിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു റിവ്യൂവിന് എന്ത് കൊടുക്കുന്നു അതിനെല്ലാം നമുക്ക് റിപ്പോർട്ട് എന്ന് പറയാം, അല്ലെ? ഇപ്പോ നമ്മള് നേഴ്സസ് സ്റ്റാർട്ടിൽ എഴുതി വെക്കുന്ന എന്താണ്? അത് റെക്കോർഡിംഗ് ആണ്. അതേസമയം നമ്മള് ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നു? വേറൊരു കൺസൾട്ടന്റിനെ അറിയിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. നമ്മൾ എഴുതും പേഷ്യന്റ് ഇന്നതാണ്, ഇന്ന പേഷ്യന്റ് ആണെന്ന് വെച്ചാൽ ദെൻ വി വിൽ ഗോ ഇൻ ടു അനദർ കൺസൾട്ടന്റിന് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് എന്ത് ചെയ്യാണ്? റിവ്യൂ ചെയ്യാണ്. നമ്മൾ കൊടുത്ത സാധനത്തിനകത്ത് എനിക്ക് വന്ന് കാണാനുള്ള കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ആ പേഷ്യന്റിനെ ടേക്ക് ഓവർ ചെയ്യാനുള്ളത് ഉണ്ടോ എന്ന് നോക്കുന്ന അതിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്സർവേഷൻ, എന്ത് തന്നെ ആയാലും ഒരു ഒബ്സർവേഷൻ, ഒരു റെക്കോർഡഡ് ഒബ്സർവേഷൻ, ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ റിവ്യൂവിനുള്ള അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാനുള്ള, അത് പരിശോധിക്കപ്പെടാനുള്ള ഒബ്സർവേഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? റിപ്പോർട്ടിംഗ് എന്ന് പറയാം. ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിപ്പോർട്ട് ചെയ്താറുണ്ട്, റിപ്പോർട്ട് ബുക്ക് ചെയ്താറുണ്ടല്ലേ? റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? റിപ്പോർട്ട് റൈറ്റിംഗ് ഈസ് എ പ്രോസസ് through which എന്താണ്? superiors are informed about work of subordinatesന്റെ വർക്ക് ഓൾ റെക്കോർഡ്സ് എങ്ങനെ റിപ്പോർട്ടിംഗ് ആവും? നമ്മള് എല്ലാ റെക്കോർഡ്സ്, ഇപ്പൊ പേഷ്യന്റ് മെഡിസിൻ കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി സൈൻ ചെയ്ത് വെക്കുന്നത് എങ്ങനെ റിപ്പോർട്ട് ആവും? ഇറ്റ് ഈസ് എ റെക്കോർഡ്. അല്ലെങ്കിൽ ഇന്ന പ്രൊസീജിയർ നമ്മൾ ചെയ്തു, അത് റെക്കോർഡാണ്. അതേസമയം നമ്മള് സൂപ്പർവൈസറിന് നമ്മുടെ പേഷ്യന്റ് ചാർട്ടിൽ നിന്ന്, അല്ലാതെ നമ്മൾ സൂപ്പർവൈസറിന് നമ്മൾ റിപ്പോർട്ട് ബുക്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ബുക്കിൽ നമ്മൾ എഴുതും, അല്ലെ? റിപ്പോർട്ടിൽ എഴുതും, അല്ലെങ്കിൽ നൈറ്റ് സൂപ്പർവൈസറിന് റിപ്പോർട്ട് എഴുതി കൊടുക്കും. അത് ഇന്ന പേഷ്യന്റ് ഉണ്ട്, ഇന്ന കണ്ടീഷൻസ് ആണ്, ഇന്ന ഡ്രഗ്സ് പോകുന്നുണ്ടെന്ന് എഴുതി അതിനെ റിവ്യൂവിനെ ഏൽപ്പിക്കുന്നതിനാണ് വാട്ട് വി കോൾ ആസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ഡിഫറൻസ് മനസ്സിലായോ? റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് മനസ്സിലായോ? Then finally, the eighth one, post-corporate, the last one is budgeting. Nothing but നമുക്ക് അതിനകത്ത് വലുതായിട്ട് അറിയണ്ടല്ലേ? എന്താണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്ലാനിങ്, അക്കൗണ്ടിങ് and controlling of financial resources. Controlling of financial resources. So it is, budgeting means the planning, accounting and controlling of the financial resources. Financial resources in the കൺട്രോളിങ്ങും അക്കൗണ്ടിങ്ങും ഒക്കെയാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് ഈസ് പ്ലാനിങ്, അക്കൗണ്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ പ്ലാനിങ്ങും അക്കൗണ്ടിങ്ങും കൺട്രോളിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റിംഗ്. സോ വി ഹാഡ് സീൻ അബൌട്ട് ദ പോസ്റ്റ് കോർപ്പ്, അല്ലെ? പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കണ്ടു. എന്തൊക്കെയാണ് ഫങ്ഷൻസ് അല്ലെങ്കിൽ എലമെന്റ്സ്? പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഈ ഓർഡർ ഓർമ്മ വേണേ. സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കോർഡിനേഷൻ, കൺട്രോളിംഗ്, റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ക്ലിയർ?
Now we have to see about the leadership. Leadership is one of the important things we have to study. Leadership. What do you mean by leadership? എന്താണ് leadership എന്ന് പറഞ്ഞാൽ? What do you mean by leadership? What do you mean by leadership? എന്താണ് leadership? എന്താണ് leadership എന്ന് വെച്ചാൽ എന്താ? ചോദ്യം വരുന്നൊരു സ്ഥലമാണ്. Leadership. It is the leadership is the activity of influencing people. Influencing people. It is the activity of influencing people. To strive willingly, അതായത് സ്വന്തം ഇഷ്ടത്തോടുകൂടി willingly for group objective. ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി, ഒരു ഗ്രൂപ്പ് ഒബ്ജക്റ്റീവിന് വേണ്ടി ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതിലേക്ക് വർക്ക് ചെയ്യിപ്പിക്കാനും കഴിവിന്, ആ കഴിവിന് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയാണ് വാട്ട് വി കോൾ ആസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? സോ ലീഡർഷിപ്പ് ഈസ് എ ടിപ്പിക്കൽ ലീഡർഷിപ്പ്. അതാണ് എന്താണ്? ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ്. നമ്മുടെ സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ നമ്മുടെ അനുയായികളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. എന്തിനു വേണ്ടി? കോമൺ ഗോളിന് വേണ്ടി അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവിന് വേണ്ടി വർക്ക് ചെയ്യാൻ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളതിനെയാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്, വാട്ട് വി കോൾ ആസ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ലീഡർഷിപ്പ് ക്യാൻ ബി അതർവൈസ് ടോൾഡ് ആസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഡ്യൂസിങ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് വേർഡ് കിട്ടുന്നില്ലല്ലോ. പ്രോസസ് ഓഫ് മേക്കിംഗ് subordinate to behave in a desired manner. സബോർഡിനേറ്റ്സ് എന്താണോ ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആ ലീഡർ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതിനാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. Clear? So now we have to know about the names of theories of leadership. കുറെ തിയറീസ്, ലീഡർഷിപ്പിന്റെ തിയറീസ് ഉണ്ട്. അതിന്റെ പേര് ഓർത്തു വയ്ക്കുക. കാരണം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ തിയറി ഓഫ് ലീഡർഷിപ്പ് എന്ന് ചോദിക്കും. അതിന്റെ പേര് മാത്രം പഠിച്ചു വയ്ക്കുക. തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ഏതൊക്കെയാ? ട്രെയ്റ്റ് തിയറി. ഇത് വേറൊന്നുമല്ല, ചില ഇൻഡിവിജ്വൽസ് ജന്മന എന്താണ് ലീഡറായിട്ട് വരുന്ന ആളെന്നാണ് ഉദ്ദേശം. വേറെ ട്രെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മന അയാൾക്ക് ലീഡർ ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് പേരുകൾ എന്തായാലും നിങ്ങൾ ഓർമ്മ വേണം. കാരണം ചിലപ്പോൾ എന്ത് ചെയ്യും, കയറി ചോദിച്ചോളായി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലീഡർഷിപ്പ് തിയറി എന്ന്. ദെൻ അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈൽ തിയറി. അപ്പൊ ചിലപ്പോൾ സ്റ്റൈൽ തിയറിനെ ചോദിക്കോളെ. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്ന് മനസ്സിലായോ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ തിയറി ഓഫ് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ട്രെയ്റ്റ് തിയറി ഈസ് എ തിയറി ഓഫ് പേഴ്സണാലിറ്റി എന്നൊന്ന് എഴുതി വെക്കല്. ഇറ്റ് ഈസ് എ തിയറി ഓഫ് ലീഡർഷിപ്പ് ആണ് കേട്ടോ. പേഴ്സണാലിറ്റി അല്ല. ട്രെയ്റ്റ് തിയറി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേഴ്സണാലിറ്റിയിലേക്ക് പോകും. പേഴ്സണാലിറ്റി അല്ല, ഇറ്റ് ഈസ് എ തിയറി ഓഫ് ലീഡർഷിപ്പ് ആണ്. ദെൻ അതുപോലെ തന്നെ സിറ്റുവേഷണൽ തിയറി, അതായത് ഓരോ സിറ്റുവേഷനിൽ ഓരോ പുതിയ ലീഡർ ഉണ്ടായി വരുമെന്നാണ് ആ തിയറി പറയുന്നത്. ഓരോ സിറ്റുവേഷനിലും ഓരോ ലീഡർ ഉണ്ടായി വരുമെന്നാണ് പറയുന്നത്. ഒരു എന്താണ്, നമ്മൾ ചില സമയത്ത് കുറെ ആൾക്കാർ കൂടി അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് വരുമ്പോഴാണല്ലോ അവിടെ നിന്ന് ലീഡർ ഉണ്ടായി വരിക. ദെൻ ഗ്രേറ്റ് മാൻ തിയറി. ദെൻ കരിസ്മാറ്റിക് തിയറി.
കരിസ്മാറ്റിക് തിയറി ചോദിച്ചിട്ടുണ്ട് പല വർഷം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് തിയറി ഓഫ് ലീഡർഷിപ്പ്. കാരണം വെച്ചാൽ ഈ അഡ്മിനിസ്ട്രേഷൻ എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് മേഖലകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലീഡർഷിപ്പ് എപ്പോഴും ചോദിക്കാറുണ്ട്. കരിസ്മാറ്റിക് തിയറി. ദെൻ കണ്ടീജൻസി തിയറി. കണ്ടീജൻസി തിയറി. Then path goal theory. Path goal theory. So these are the theories of the leadership. Leadership theories ഇതൊക്കെയാണ് കേട്ടാ. ഇത്രയാണ് ലീഡർഷിപ്പ് തിയറീസ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എടുത്തിട്ട് ചോദിക്കുന്നത്. So now we have to see about the leadership styles. Leadership styles. ഏതൊക്കെ സ്റ്റൈൽ ഉണ്ട്? ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് ഓടും. ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ലീഡർഷിപ്പ് സ്റ്റൈൽസ്. സോ ഫസ്റ്റ് വൺ ഈസ് ഓട്ടോക്രാറ്റിക് ലീഡർ അല്ലെ. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. അതിന് വേറെന്ത് നമുക്ക് പേര് പറയാം? ഓട്ടോക്രാറ്റിക്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ പിന്നെ എന്തെന്ന് പറയാം നമുക്ക്? ഡിക്റ്റേറ്റീവ്. ഡിക്റ്റേറ്റീവ് ലീഡർഷിപ്പ്. ഇല്ലെങ്കിൽ പിന്നെ എന്തെന്ന് പറയാം നമുക്ക്? ബോസ് സെന്റേർഡ് എന്ന് പറയാം. ബോസ് സെന്റേർഡ്. അല്ലെങ്കിൽ പിന്നെ എന്തെന്ന് പറയാം? വർക്ക് ഓറിയന്റഡ്. വർക്ക് ഓറിയന്റഡ്. ഓറിയന്റഡ് ലീഡർഷിപ്പ്. എന്താണ് ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ ഡിക്റ്റേറ്റീവ് അല്ലെങ്കിൽ വർക്ക് ഓറിയന്റഡ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഇറ്റ് ഈസ്? എന്താണ്? ലീഡർ ഹാസ് സ്ട്രോങ് കൺട്രോൾ ഓവർ ഗ്രൂപ്പിന്റെ മുകളിൽ സ്ട്രോങ് കൺട്രോൾ ഉണ്ടാവും. ആൻഡ് ലീഡർ ഈസ് ദ ഡിസിഷൻ മേക്കർ. Subordinates have to just follow the leader. വേറെ മിണ്ടാൻ പോലും പറ്റില്ല. ലൈക്ക് ഹിറ്റ്ലറിനെ പോലുള്ള ലീഡർ അല്ലെ. ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. എന്താണോ ലീഡർ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊള്ളാം. ഇസ് ഇറ്റ് എ ഗുഡ് വൺ ഓർ ബാഡ് വൺ? It is a good one as far as we are concerned. നമ്മളെ പോലുള്ളവർ അല്ലെങ്കിൽ ഹെൽത്ത് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. യു തിങ്ക് ഒരു പെട്ടെന്നൊരു എമർജൻസി ആക്സിഡന്റ് കയറി വരുന്നു. ഒരു 20 പേഷ്യന്റ് ആക്സിഡന്റ് ആയിട്ട് വരുന്നു. നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് കയറി വരുന്നു. ഒരു അതോറിറ്റേറിയൻ അല്ല, ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പാണ് അവിടെ ഉള്ളതെങ്കിൽ പണി പാടും. അപ്പോ എന്താണ് നമ്മുടെ നിൽക്കുന്ന മിക്കവാറും നമ്മുടെ എംഒ വിൽ ബി ദ ലീഡർ ആൻഡ് പുള്ളി പടപടപടേ കാര്യങ്ങൾ പറയും. നമ്മൾ മിണ്ടാതെ നിന്ന് അനുസരിക്കുകയുള്ളൂ മാർഗം. അങ്ങനെ ചെയ്തില്ല നമ്മളും ഡിസിഷൻ എടുക്കാൻ വേണ്ടി സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഷാൽ വി വെദർ വി ക്യാൻ മാനേജ് ദ സിറ്റുവേഷൻ? അപ്പോ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻസ്, ഇപ്പൊ മിലിറ്ററിയിൽ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ എന്താണ് ഇറ്റ് ഈസ് ഗുഡ്. അപ്പൊ എപ്പോഴും ഇത് ബാഡ് ആണെന്ന് പറയാൻ പറ്റില്ല. വെൻ എമർജൻസി സിറ്റുവേഷൻ അറൈസസ്, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഈസ് വെരി ഗുഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പലരും പല അഭിപ്രായം പറയാൻ നിന്ന് കഴിഞ്ഞാൽ വി കനോട്ട് ഡീൽ വിത്ത് ദ സിറ്റുവേഷൻ. ഞാനതൊക്കെ നമ്മൾ ഈ പറയുന്ന ഊറ്റിങ്ങൽ ഊറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന്റെ സമയത്തൊക്കെ ഈ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ട് മാത്രമേ അവിടെയൊക്കെ പിടിച്ചിരിക്കുള്ളൂ. കാരണം പലർക്കും പല അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പല സംഭവിക്കും. അപ്പോ ഒരാളെ അപ്പൊ ഡിസിഷൻ മേക്കർ ഷുഡ് ബി, ഒരാൾ പറയുന്നത് കേട്ട് എല്ലാവരും നിൽക്കണം.
എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ, തീരുമാനങ്ങളാവുള്ളൂ. സോ ദാറ്റ് ഈസ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. അപ്പൊ ഓട്ടോക്രാറ്റിക് എന്ന് കേൾക്കുമ്പോൾ ഹിറ്റ്ലർ ഓട്ടോക്രാറ്റിക് ആയതുകൊണ്ട് ഓട്ടോക്രാറ്റിക് മോശം ലീഡർഷിപ്പ് സ്റ്റൈലാണെന്ന് പഠിക്കണ്ട. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഇസ് എ ഗുഡ് സ്റ്റൈൽ വെൻ ആൻഡ് വെൻ എവർ ഇറ്റ് ഈസ് നീഡഡ്, ആവശ്യമുള്ളപ്പോ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡെമോക്രാറ്റിക് ഓർ ക്രിയേറ്റീവ് or consultative or participative leadership. അതിന് ഈ ഡെമോക്രാറ്റിക് ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിന് ഭയങ്കര എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്. ആരാ? രണ്ടും നമ്മൾ കണ്ടതാണ്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് അതുപോലെ ഡെമോക്രാറ്റിക്. മോഡിയുടെ നമ്മൾ എപ്പോഴും ഓട്ടോക്രാറ്റിക്കേ കണ്ടിട്ടുള്ളൂ. പിണറായി വിജയന്റെ രണ്ട് സ്റ്റൈലും നമ്മൾ കണ്ടതാണല്ലേ. വെൻ ഹി വാസ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഹി വാസ് ഓട്ടോക്രാറ്റിക് ആയിരുന്നു. ആര് പറഞ്ഞാലും കേൾക്കില്ല, പുള്ളിയുടെ തീരുമാനത്തിനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സഹാവിനെ പോലും ആരും തൊടാൻ പോലും അറയ്ക്കുന്ന ഒരു കാലം. ഹി ഈസ് ഓട്ടോക്രാറ്റിക്. പക്ഷെ ഇപ്പൊ എന്തായി, പുള്ളി ഡെമോക്രാറ്റിക് ആയി. അതായത് ഇപ്പോൾ ഡെമോക്രാറ്റിക് ആണ്. ഇപ്പൊ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇപ്പൊ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പണ്ട് ചിരിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായിയാണ് കേട്ടോ. പാർട്ടി സെക്രട്ടറി ആയ പിണറായിയാണ് എനിക്കിഷ്ടം. മുഖ്യമന്ത്രിയെക്കാട്ടും പാർട്ടി സെക്രട്ടറിയാണ് നല്ലത്. ഇല്ല, ഇപ്പോ ഡെമോക്രാറ്റിക് ആണ്. പുള്ളിയുടെ സ്വഭാവം നമുക്ക് അടുത്തറിയാന്നുള്ള ആൾക്കാർ എനിക്കറിയാം. ഇപ്പൊ പുള്ളി അല്പം ഡെമോക്രാറ്റിക് ആണ്. ഹി വിൽ ഹിയർ. ഒന്നാമത് ഇപ്പൊ അടുത്ത 1-2 പ്രശ്നങ്ങളും കൂടെ വന്നപ്പോ ഹി ഈസ് വില്ലിംഗ് ടു ഹിയർ. കേൾക്കുന്നുണ്ട്. സോ ഇപ്പൊ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ഇവിടെ എന്താണ്? ലീഡർ ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ. Leader act as a facilitator and leader act as a facilitator and encourages group to participate actively in decision making. ഡിസിഷൻ മേക്കിംഗില് ഇടപെടാൻ ആരെ എൻകറേജ് ചെയ്യും? സോ ഡിസിഷൻ മേക്കിംഗിൽ ഇടപെടാൻ പാർട്ടിസിപ്പൻസിനെയും കൂടെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെയും കൂടെ എന്ത് ചെയ്യും? എൻകറേജ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. ഇവിടെ എന്താണ്? ലീഡർ ഇൻവൈറ്റ്സ് ക്രിറ്റിസിസം ആൻഡ് കമന്റ്സ്. ലീഡർ ഇൻവൈറ്റ്സ് ക്രിറ്റിസിസം ആൻഡ് കമന്റ്സ്. മറ്റേതിൽ അങ്ങനെയല്ല, കമന്റ് ഒക്കെ പറഞ്ഞാൽ തലവെട്ടിക്കളെ അല്ലേ. സോ ലീഡർ ഇൻവൈറ്റ്സ് ക്രിറ്റിസിസം ആൻഡ് കമന്റ്സ്. ഇപ്പോ ലീഡർ എന്താണ്? ക്രിറ്റിസിസവും കമന്റ്സും ഒക്കെ പറയാൻ എന്ത് ചെയ്യും? കേട്ടു നിൽക്കും അല്ലെ. സോ നെക്സ്റ്റ് വൺ ഈസ് ലേസസ് ഫ്രീ. ലേസസ് ഫെയർ ഓർ abdicratic or free reign or subordinate centered leadership. ഇവിടെ എന്താ? So here is no control over the subordinates. And leader give complete freedom to them.
and leader give complete freedom to them. അതായത് സബോർഡിനേറ്റ്സിന്റെ മേളിൽ ഒരു കൺട്രോളും ഇല്ല. സബോർഡിനേറ്റ്സിന് തോന്നിയതുപോലെയൊക്കെ ചെയ്യാം അല്ലെ. സോ സബോർഡിനേറ്റ്സിന് തോന്നിയതുപോലെയൊക്കെ ചെയ്യാം. അതിനെയാണ് എന്തെന്ന് പറയാം നമ്മള് ലേസസ് ഫ്രീ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലേസസ് ഫ്രീ, ക്ലിയർ. ലേസസ് ഫ്രീ അല്ലെങ്കിൽ അബ്ഡിക്രാറ്റിക് അല്ലെങ്കിൽ ഫ്രീ റെയിൻ അല്ലെങ്കിൽ സബോർഡിനേറ്റ് സെന്റർ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ there is no control over the subordinates. സബോർഡിനേറ്റ്സിന്റെ മേലിൽ ഒരു കൺട്രോളും ഇല്ല. സബോർഡിനേറ്റ്സ് എന്താണ്? have the freedom. And final one is benevolent. Benevolent leadership. Benevolent എന്ന് വെച്ചാൽ എന്താ? What is benevolent? Here leader is paternalistic. എന്താ? ലീഡറിന് പറ്റേണലാസ്റ്റിക്. ലീഡർ എപ്പോഴും എങ്ങനെയാണ്? പറ്റേണലാസ്റ്റിക്. എപ്പോഴും അവരോട് ഭയങ്കര, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനോട് ഭയങ്കര സൗഹൃദവും സ്നേഹവുമാണ് അല്ലെ. ഗുഡ് കൈൻഡ്ലി മാനർ ടുവേർഡ്സ് സബോർഡിനേറ്റ്സ്. എപ്പോഴും സബോർഡിനേറ്റ്സിന് എന്തായിട്ട് പ്രവർത്തിക്കും? ഒരു അച്ഛനെ പോലെ സബോർഡിനേറ്റ്സിന് ഒരു അച്ഛനെ പോലെ പ്രവർത്തിക്കും. അതിനെയാണ് നമ്മള് അല്ലെ. സോ അപ്പോ അങ്ങനെ ഉള്ളവരെയാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്? ബെനവലന്റ് ലീഡർ എന്ന് പറയുന്നത്. ബെനവലന്റ് ലീഡർ. ക്ലിയർ. ദീസ് ആർ ദ ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ക്ലിയർ. Now we have to see about certain terms. നമുക്ക് കുറച്ച് ടേംസ് കാണണം. What do you mean by job analysis? ചോദിക്കുക. What do you mean by job analysis? ചോദിക്കുക ടേംസ്. job analysis. എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ? or we can say job review, or we can say job classification. What it is? ചോദിക്കാറുണ്ട് കേട്ടോ. ജോബ് ക്ലാസിഫിക്കേഷൻ എന്താണിത്? It is the formal and detailed explanation of job. It is the formal and detailed explanation of job. ജോബിനെ കുറിച്ച് ഫോർമൽ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് വാട്ട് വി കോൾ ആസ് ജോബ് അനാലിസിസ് അല്ലെങ്കിൽ ജോബ് റിവ്യൂ ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ. സോ യു മസ്റ്റ് റിമെമ്പർ, ചോദിക്കും, ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് എന്തൊക്കെയാ? It provides information about എന്തൊക്കെയാ? ഇൻഫർമേഷൻ അബൌട്ട് നേച്ചർ ഓഫ് ജോബ്, എന്താണ് ജോലിയുടെ സ്വഭാവം, നേച്ചർ ഓഫ് ജോബ്, ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോബ്, ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ദെൻ എന്താണ് ക്വാളിഫിക്കേഷൻ, remuneration, workplace, etc., job place, etc. So ഒരു പറയാൻ സമയം എന്താ സുഷമേ? തോക്കി കയറി വെടിവെക്കാതെ. ഓക്കെ. സോ അപ്പൊ ഒരു ഫോർമൽ ആൻഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് ജോബ് അല്ലെങ്കിൽ ഫോർമൽ ആൻഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജോബ് അനാലിസിസ്. അപ്പൊ അത് ഒരു പരസ്യത്തിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും കാണുന്നത്, ഒരു പരസ്യത്തിലൊക്കെയാണ്. അതായത് സ്റ്റാഫ് നഴ്സ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇത്ര GNM അല്ലെങ്കിൽ BSc വേണം, ഇത്ര രൂപ ശമ്പളം, ഇത്ര രൂപ, ഇതിനടുത്താണ് സ്ഥലം, ഇത്രയാണ് ജോലി സമയം. ഇതിനെയാണ് വാട്ട് വി കോൾ ആസ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്.
Clear? So that is about job. Second one is job description. Job description. What is job description? എന്താണ് job description? It is the written up, എഴുതി തയ്യാറാക്കിയ written up job analysis in a standard format and style. അപ്പോ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ജോബ് റിവ്യൂ അല്ലെങ്കിൽ ജോബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫോർമൽ ആൻഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ജോബ് ഇന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇന്നതാണെന്നൊക്കെ പറയും, അല്ലെങ്കിൽ അത് അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൊടുക്കും. പക്ഷെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോബ് അനാലിസിസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ഒരു സ്പെസിഫിക് സ്റ്റൈലിൽ എഴുതി തരുന്നതിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ് contains job title ഉണ്ടാവും, job location ഉണ്ടാവും, job summary ഉണ്ടാവും, എന്തൊക്കെ ചെയ്യണമെന്നുണ്ടാവും, അതുപോലെ duties and responsibilities ഉണ്ടാവും, working standard and working environment. സോ അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ജോബ് ഡിസ്ക്രിപ്ഷൻ റെമ്യൂണറേഷൻ എന്ന് വെച്ചാൽ സാലറിയാണ് കുഞ്ഞ്. റെമ്യൂണറേഷൻ ഇതുവരെ റെമ്യൂണറേഷൻ ശമ്പളം ഒന്നും മേടിച്ചിട്ടില്ലേ? നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് റെമ്യൂണറേഷൻ. സോ അപ്പോ ഇതിൽ രണ്ട് ജോബ് അനാലിസിസ് നമ്മൾ കണ്ടു, ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കണ്ടു അല്ലെ? ഈ ജോബ് അനാലിസിസും ഡിസ്ക്രിപ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജോബ് അനാലിസിസും ഡിസ്ക്രിപ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ? സോ ഒന്ന്, ജോബ് അനാലിസിസ് എന്താണ്? എപ്പോഴും എന്താണ്? it provides informatory ആണല്ലേ, പ്രൊവൈഡ് ഇൻഫർമേഷൻ ആണല്ലേ. ഇറ്റ് ഈസ് ആൻ ഇൻഫർമേഷൻ ഡ്യൂറിംഗ് സെലക്ഷനോ ഇൻഫർമേഷൻ ആണ്. എന്ത് ഇൻഫർമേഷൻ ആണ് വാട്ട് വി കോൾ ആസ് ജോബ് അനാലിസിസ് ആണ്. അതേസമയം ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ റിട്ടൺ അപ്പ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത് റിട്ടൺ അപ്പ്. അവിടെയാണ് പറയുന്നത് ഓഫർ ലെറ്ററിനകത്ത് ജോബ് ഡിസ്ക്രിപ്ഷനും അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ആ ജോലിയുടെ അഡ്വർടൈസ്മെന്റിനകത്ത് ജോബ് അനാലിസിസുമാണ് ഉണ്ടാവുക. മനസ്സിലായോ? ഒരു സെലക്ഷൻ പ്രോസസിന്റെ സമയത്ത് ആദ്യം എന്ത് ചെയ്യും? നമ്മള് സെലക്ഷന് വേണ്ടിയല്ല, റിക്രൂട്ട്മെന്റിന്റെ സമയത്ത് നമ്മൾ ജോബ് അനാലിസിസ് ആണ് എന്ത് ചെയ്യുക, കൊടുക്കുക അല്ലെ? ഇപ്പോ പത്രത്തിൽ വരുന്ന പരസ്യങ്ങൾ, അതിന്റെ റിട്ടേൺ അപ്പ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലെ റിട്ടേൺ അപ്പ് ജോബ് അനാലിസിസിനെയാണ് വാട്ട് വി കോൾ ആസ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ്? when we get the appointment. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഇൻഫർമേറ്ററി ആണ്, ഒന്ന് റിട്ടേൺ അപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? നൗ ജോബ് സ്പെസിഫിക്കേഷൻ. വാട്ട് ഇസ് ജോബ് സ്പെസിഫിക്കേഷൻ? ഡെഫിനിഷൻ ചോദിക്കുക. ആ ഡെഫിനിഷനിൽ കൃത്യമായിട്ട് വേണം. ഒന്നേ ഇൻഫോർമേറ്റീവ് എന്നോ അല്ലെങ്കിൽ റിട്ടേൺ അപ്പ് എന്നുള്ള വേർഡ് കൃത്യമായിട്ട് ഉണ്ടാവും കേട്ടോ. ജോബ് സ്പെസിഫിക്കേഷൻ. What is job specification? It is a written statement. Written statement. It is the written statement of qualification, physical and mental traits, physical and mental traits,
written statement of qualification, physical and mental traits a individual must possess as minimum qualification for the job. അതായത് ഒരു ജോലി ഇപ്പൊ സ്റ്റാഫ് നേഴ്സായിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ he or she should be a GNM nurse, she should be or he should be registered with എന്താണ് കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ അത്, ആള് പ്രവൃത്തി പരിചയം വേണമെങ്കിൽ അത്, ഇത് എഴുതി ഉണ്ടാക്കുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ജോബ് സ്പെസിഫിക്കേഷൻ? ജോബ് സ്പെസിഫിക്കേഷൻ ദ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ആൻഡ് മെന്റൽ ട്രേറ്റ്സ് an individual must possess. ഇപ്പോ ഒരു മിലിറ്ററി ജോബ് ആണെങ്കിൽ ഇത്ര പൊക്കം വേണം, ഇത്ര ചെസ്റ്റ് ഇത്ര വേണം, വെയിറ്റ് ഇത്ര വേണം, ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം. ഇത് എഴുതി വെക്കുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്? ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. യു മസ്റ്റ് ഡിഫറൻഷിയേറ്റ്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതല്ല. മനസ്സിലായോ? ജോബ് ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? യെസ്. So that is about the job specification. In the next one is job evaluation. What is job evaluation? Fourth one is job evaluation. What is job evaluation? എന്താണ് job evaluation എന്ന് വെച്ചാൽ? job evaluation എന്ന് വെച്ചാൽ എന്താണ്? It is the process to determine the relative worth, എത്ര വിലയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട്, റിലേറ്റീവ് വർത്ത് ഓർ റാങ്ക് of a job in an organization. So job evaluation is something different. Job evaluation എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജോലി, ഇപ്പോ സിംപിളി അതിന് എക്സാമ്പിൾ നഴ്സസ് ആർ ദ ഹാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. നഴ്സസ് ആർ ദ ഹാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയാറുണ്ട്. അതാണ് ജോബ് ഇവാലുവേഷൻ എന്ന് നമ്മൾ സിംപിളി പറഞ്ഞാൽ. നഴ്സസ് ആർ ദ ഹാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതാണ് ജോബ് ഇവാലുവേഷൻ. അതായത് ഒരു ജോലി എത്രത്തോളം ഒരു സ്ഥാപനത്തിന് ആവശ്യമാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ജോബ് ഇവാലുവേഷൻ എന്ന് വേണം. അല്ലാതെ ഒരു എംപ്ലോയിയെ ഇവാലുവേറ്റ് ചെയ്യുന്നതല്ല. എംപ്ലോയി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് എന്ത് പറയാം നമ്മൾ? ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു നേഴ്സ്, ടിപ്പിക്കൽ എംപ്ലോയി ഇവാലുവേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് പെർഫോമൻസ് അപ്രൈസൽ അല്ലെ. അത് പെർഫോമൻസ് അപ്രൈസൽ ആണ്. ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ടു ഡിറ്റർമൈൻ ദ റിലേറ്റീവ് വർത്ത് ഓർ റാങ്ക്. ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? റാങ്ക് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഡിറ്റർമിനിങ് ദ റിലേറ്റീവ് വർത്ത് ഓഫ് ദ ജോബ് ഈസ് കോൾഡ് ആസ് എന്ത്? ജോബ് ഇവാലുവേഷൻ. ക്ലിയർ? Then next is, fifth one is performance appraisal. What is performance appraisal? എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ? It is nothing but it is a systematic description of an employee's job strength and weakness. ഒരു എംപ്ലോയിയുടെ
സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ജോലി ചെയ്യുന്നതിലുള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ. This is the systematic evaluation of the individual. This is the systematic evaluation of the individual with regard to performance on the job. Performance on the job. Performance of the job, and അത് മാത്രം പോരാട്ടാ, potentials for development. അപ്പോ ഡെവലപ്മെന്റ്, എവിടെയൊക്കെയാണ് ഡെവലപ്മെന്റ് ആവശ്യമുള്ളത്, എവിടെയൊക്കെ ഡെവലപ്മെന്റ് സാധ്യത ഉണ്ട് എന്നുള്ളത് കൂടെ എന്ത് ചെയ്യണം, വി ഹാവ് ടു മേക്ക് ഔട്ട്, അല്ലെ? എവിടെയൊക്കെ എന്തിനുള്ള ഡെവലപ്മെന്റ് സാധ്യതയുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതും കൂടെ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെ? അതും കൂടെ ഐഡന്റിഫൈ ചെയ്യണം. ക്ലിയർ? So now we have to know about the next term. What do you mean by, മിക്കവാറും എല്ലാ ആശുപത്രിയിലും ഉണ്ട്. What do you mean by in-service education? In-service education. എന്താണ് ഇൻ-സർവീസ് എഡ്യൂക്കേഷൻ? അല്ല, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ is something different and in-service education is something different. It is the education അല്ലെങ്കിൽ training provided, unit education every day, update of knowledge, ഇതൊന്നും അല്ല കേട്ടോ. ട്രെയിനിങ് provided by the employer to the employee to improve work, to improve performance of employee. എംപ്ലോയിയുടെ ഫേമിലെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ വേണ്ടി, എംപ്ലോയിയുടെ ഫേമിലെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി എംപ്ലോയർ കൊടുക്കുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എംപ്ലോയിയുടെ എന്തിനു വേണ്ടി? അപ്പൊ ഇതുകൊണ്ട് ഗുണം ആർക്കാണ്? ഇതിന്റെ ഗുണഭോക്താവ് ആരാണ്? ഇൻ സർവീസ് എഡ്യൂക്കേഷന്റെ ഗുണഭോക്താവ് ആരാണ്? എംപ്ലോയർ ആണ്. ഇറ്റ് ഈസ് എംപ്ലോയർ, ബിക്കോസ് എംപ്ലോയർ ആണ്. എംപ്ലോയിയേക്കാളും കൂടുതൽ എംപ്ലോയർ ആണ്. കാരണം എംപ്ലോയറുടെ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി എംപ്ലോയിക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ കൂടുതൽ ഇത് എന്താണ്, എപ്പോഴും വർക്ക് ഓറിയന്റഡ് ട്രെയിനിങ് ആയിരിക്കും. ഇപ്പോ ഒരു ടിപ്പിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഐസിയുവിൽ നിൽക്കുന്ന സ്റ്റാഫ് ഡെപ്യൂട്ടേഷൻ ഒന്നും അല്ല. ദിസ് ഈസ് എ ട്രെയിനിങ് പ്രോഗ്രാം. അതായത് നിങ്ങളിപ്പോ നിങ്ങളുടെ ആശുപത്രികളിൽ ദിവസവും 2 മണിക്കൂറോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 മണിക്കൂറോ കാണുന്ന പ്രോഗ്രാം, അതാണ്. ഡെപ്യൂട്ടേഷൻ ഈസ് സംതിങ് ഡിഫറെന്റ്. അത് എംപ്ലോയി, അത് ഡെപ്യൂട്ടേഷൻ വേണം നമുക്ക് പഠിക്കാനുള്ള ടേം അല്ല. അത് എംപ്ലോയിയുടെ ഇതിനനുസരിച്ച്, എംപ്ലോയിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് രീതി മാറുന്നതാണ്. CNE എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആണ്. ഈ BLS SCLS പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കിട്ടുന്ന ക്ലാസുകൾ, അതാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. എന്താണ് അവർ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്? IV കാനുലേഷനെ കുറിച്ച് തരുന്നത്, അല്ലെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോളിനെ കുറിച്ച്. അപ്പൊ അവിടെ തരുന്ന ക്ലാസ് ഫയർ ആൻഡ് സേഫ്റ്റിയെ കുറിച്ച്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്ത് അത് കൂടുതൽ നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടി? അതുകൊണ്ട് ആ ഇംപ്രൂവ്മെന്റ് ഓഫ് പെർഫോമൻസ് കൊണ്ട് എന്ത് ചെയ്യണം? പ്രിവെൻഷൻ, അല്ലെങ്കിൽ കൂടുതൽ ഔട്ട്പുട്ട് എംപ്ലോയർക്ക് കിട്ടണം, അല്ലെ? എംപ്ലോയർക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വന്നായിരുന്നു അവിടെ
എംപ്ലോയർക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ക്ലിയർ? അതേസമയം വാട്ട് ഈസ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ? രണ്ടിന്റെയും കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, it is the training that an individual undertakes. It's the training that an individual undertakes after the end of basic professional education to improve the competence. അതായത് ഒരു BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വി ആർ ഗോയിങ് ഫോർ അനദർ തിങ്, ഒരു ഡിപ്ലോമ ഇൻ കാർഡിയോതൊറാസിക് നഴ്സിംഗ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, ദാറ്റ് ഈസ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. MPhil, PhD, അതായത് ഇറ്റ് ഈസ് ഒരു ഇൻഡിവിജ്വൽ ആസറ്റ് എടുക്കുന്ന ട്രെയിനിങ് ആണ്. എന്തിനു വേണ്ടിയാ? തന്റെ ബേസിക് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ BLS, ACLS, PALS അങ്ങനെ പറയുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സസ്, അതുപോലെ എന്താണ് നമ്മൾ സ്വന്തമായിട്ട് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ശ്രമിക്കുന്ന. അത് മാത്രമല്ല, ബേസിക് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ടു ഇംപ്രൂവ് ദ കോമ്പീറ്റൻസ് ആൻഡ് നോട്ട് വിത്ത് എ വ്യൂ ടു ഗെയിൻ എ ന്യൂ ഡിപ്ലോമ. ഒരു പുതിയ ഡിപ്ലോമ എടുക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നല്ല അതിന്റെ ഇമ്പോർട്ടൻസ്. ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ, നമ്മളൊരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ അതിലൊരു ഡിപ്ലോമ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആകരുത്. അത് എപ്പോഴും എന്തായിരിക്കണം? ഐ ഹാവ് ടു ഇംപ്രൂവ് മൈ നോളജ്, അല്ലെ? എന്റെ നോളജ് എനിക്ക് ഇംപ്രൂവ് ചെയ്യണം, അല്ലെ? സോ ഐ ഹാവ് ടു ഇംപ്രൂവ് മൈ നോളജ്, എന്റെ നോളജ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇഫ് ഐ അണ്ടർഗോ എ ട്രെയിനിങ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് എന്ത്? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ക്ലിയർ? BLS ഹോസ്പിറ്റലിൽ തന്നാലും, ഹോസ്പിറ്റലിലെ എംപ്ലോയർ തരുവാണെങ്കിലും അത് എന്താണ്, നമ്മൾ പോയി ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതെന്താവും? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അത് മേ ബി രണ്ടും ആവാം. നമ്മൾ പോയി ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുവാണെങ്കിൽ അത് എന്താവും? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അതേസമയം എംപ്ലോയറുടെ ഇൻട്രസ്റ്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതെന്താവും? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആവും. ക്ലിയർ അല്ലേ? Okay, we will go for a break and we will come back with the material management. Another important topic. ചോദ്യം വരുന്നൊരു സ്ഥലമാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് കൂടെ ആയ ഓൾമോസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഇസ് ഫിനിഷ്ഡ്. റെക്കോർഡിങ്ങിന്റെ കാര്യം ഇന്ന് അവർ ശരിയാക്കി തരാമെന്ന് പറയണത്. ഇന്ന് ശരിയാക്കി തരുമായിരിക്കും. ഇത് ശരിയാക്കി തരും. ഓക്കെ, റിവ്യൂ ടു ഗെയിൻ എ ന്യൂ ഡിപ്ലോമ, ഒരു പുതിയ ഡിപ്ലോമ. ഇനി അടുത്ത് നമുക്ക് കാണാനുള്ളത് വാട്ട് യു മീൻ ബൈ മെറ്റീരിയൽ മാനേജ്മെന്റ്.
എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഡിസ്കഷൻ 4ന്റെയും 5ന്റെയും റെക്കോർഡിംഗ് ഇപ്പൊ അന്ന് ഇട്ടിരുന്നു, അന്ന് കണ്ടവർ കണ്ടു, കാണാത്തവർ കുറച്ചുപേരുണ്ട്. അതിന്റെ റെക്കോർഡിംഗ് ഞാൻ പറഞ്ഞു, റെക്കോർഡിംഗ്സിന്റെ സെർവറിന് എന്തോ പ്രശ്നമുണ്ട്. അത് മാത്രമല്ല നൗ എ ഡേ സെർവർ ഹാവിംഗ് സം പ്രോബ്ലം, ചെറിയ പ്രോബ്ലംസ് എന്തോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രോബ്ലം റിലീസ് ചെയ്ത ഉടൻ തന്നെ നമുക്ക് എല്ലാ റെക്കോർഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രോബ്ലംസ് അവർ റിലീസ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. ദേ ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ഞാൻ ഇറങ്ങിയപ്പോഴും ഞാൻ അവരോട് ചോദിച്ചു, ബ്രേക്കിന് ഇറങ്ങിയപ്പോഴും ചോദിച്ചു. അവർ CRT വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്ത് ഉടൻ തന്നെ തീരുമാനം ആക്കി തരാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ.